ഹാപ്പിനെസ്. സന്തോഷമില്ല? ഉണ്ട്. സോ യു വിൽ സീ യുവർ ചിൽഡ്രൻ സക്സസ്. നിങ്ങളുടെ മക്കളുടെ നന്മ നിങ്ങൾ കാണും. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ടു യു. യു വിൽ ഗെറ്റ് എ ഹൗസ് ഇൻ ദ സിറ്റി. നിങ്ങൾക്ക് പട്ടണത്തിൽ ഒരു ദൈവം നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് തരുന്നുണ്ട്. ഹല്ലേലൂയ. യുവർ ഫാമിലി വിൽ കം ആൻഡ് സ്റ്റേ വിത്ത് യു. നിങ്ങളുടെ കുടുംബക്കാരെല്ലാം നിങ്ങൾ മാറി നിൽക്കുന്നവരെല്ലാം നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ദ ലോർഡ് വിൽ റീസ്റ്റോർ എവറിത്തിങ്. ഒത്തിരി സമ്പത്തക്കാരെ കൊണ്ടുപോയത് കാണുന്നുണ്ട്. ഗോഡ് വിൽ റീസ്റ്റോർ എവറിത്തിങ്. വാട്ട് ദ എനിമി ഹാസ് ടേക്കൺ വിൽ ബി റീസ്റ്റോർഡ്. നിങ്ങളെന്ത് പരീക്ഷ എഴുതുന്നുണ്ടോ? ഒരു പരീക്ഷ എഴുതുന്നില്ലേ? ടെസ്റ്റ്. ഐ സി വൺ. എന്തെങ്കിലും ടെസ്റ്റിൻ്റെ റിസൾട്ട് വരാനുണ്ടോ? വരാനുണ്ടല്ലേ? യു വിൽ ഗെറ്റ് എ പ്രൊമോഷൻ. എന്ത് ടെസ്റ്റാണ് എഴുതിയത്? LD ക്ലർക്ക്. ബട്ട് യു വിൽ ബിക്കം എ സൂപ്രണ്ട്. യു റോട്ട് ഫോർ ദ LD ക്ലർക്ക്, ബട്ട് ഗോഡ് ഈസ് മേക്കിംഗ് യു എ സൂപ്രണ്ട്. വല്ലതും പിടികിട്ടിയ? ദാറ്റ് ഈസ് അവർ. നിങ്ങൾ സാധാരണ ക്ലർക്കിൻ്റെ പരീക്ഷ എഴുതിയെങ്കിൽ നിങ്ങൾ സൂപ്രണ്ടാക്കി ദൈവം വാഴിക്കും. യു വിൽ സിറ്റ് ഇൻ എ ചെയർ ആൻഡ് പീപ്പിൾ വിൽ സൈൻ ദ അറ്റൻഡൻസ് ബുക്ക് ബിഫോർ യു. നിങ്ങളുടെ മുന്നിൽ വന്ന ആൾക്കാർ ഇങ്ങനെ ഒപ്പിടും. അത് നടക്കാൻ ചാൻസ് ഉണ്ടോ? ഞാനിത് വെറുതെ പറയുന്നതല്ല. ഇവിടെ പറഞ്ഞതൊക്കെ കിട്ടിയില്ലേ? വെരി സൂൺ പീപ്പിൾ വിൽ കം ബിഫോർ യു ആൻഡ് പുട്ട് ദ അറ്റൻഡൻസ്. നിങ്ങളുടെ മുന്നിൽ വന്ന് അറ്റൻഡൻസ് ഇട്ടിട്ട് പോകും. ആ സൂപ്രണ്ടിൻ്റെ മുമ്പിലല്ലേ അങ്ങനെ ഒന്ന് എടുത്തുള്ളൂ. ദെൻ യു വിൽ ഗെറ്റ് എ കാർ ഓൾസോ. അപ്പോൾ നിങ്ങൾ കാറിലായിരിക്കും യാത്ര ചെയ്യുന്നത്. ദിസ് ഈസ് ദ വേർഡ്. ഇത് വല്ല ഡോക്ടറെ കാണുമോ? സർജറി അവിടെ സർജറി കഴിഞ്ഞാ? ഓക്കെ. സോ ഡു നോട്ട് ബി അപ്സെറ്റ്. എവറിത്തിങ് വിൽ ഗോ വെൽ. ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ തരുന്നു. You will preach the word. Finances are opening for you. Can you understand in English? Finances are opening for you. You will preach the word and people will be blessed. The Lord will give an increase. You will travel from one place to other and share the word of God. Somebody who is watching from abroad will invite you to minister. നിങ്ങൾ ഈ വേർഡ് ഷെയർ ചെയ്യുന്ന ആളാണോ? വെളിയിലേക്കൊക്കെ വിടുന്നുണ്ടോ വേർഡ്? സംബഡി ഫ്രം abroad will hear your message and they will invite you to minister in their church. And God is going to honor you abundantly. I see the crown on your head. തലയിൽ ഒരു കിരീടം ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ദൈവവചനം ഘോഷിക്കും. നിങ്ങൾ പറയുന്ന പ്രസംഗം വെളിയിലുള്ള ആരോ കേട്ടിട്ട് അത് കൊള്ളാമല്ലോ എന്ന് തോന്നിയിട്ട് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കും വചനം പറയാൻ. ഹാപ്പിനെസ് ഇസ് കമ്മിങ്. ദർ ഇസ് അബണ്ടൻസ്. യു ഡോണ്ട് ലാക്ക് എനിത്തിങ്. സിസ്റ്റർ വിൽ ഹെൽപ്പ് യു. നിങ്ങളുടെ സഹോദരി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സിസ്റ്റർ ഈസ് ഹെൽപ്പിംഗ് യു. ദർ ഇസ് അബണ്ടൻസ്. സഹോദരി വല്ല സഹായം അങ്ങനെ വല്ല ഉണ്ടോ? ഏതോ ഒരു സഹോദരിയുടെ സഹായം വരുന്നുണ്ട്. And journeys are going to start. Very soon you will travel for the ministry. I see an abundance. No more persecution, no more trials. God is honoring you. ആ പീഡനകാലം കഴിഞ്ഞു. ഇനിയും അനുഗ്രഹത്തിൻ്റെ മാനിക്കുന്ന ഒരു കാലമാണ്. You will stand in the pulpit and share the word to the Europeans. അതാണ് ദൂത് കേട്ടോ. ദാറ്റ് ഇസ് ദ വേർഡ്. സോ എവ്രി വൺ വിൽ ഗെറ്റ് എ ഡെലിവറൻസ്. ഞാൻ നിങ്ങൾക്കുള്ള ദൂതുകൾ മലയാളത്തിൽ കൂടെ പറയും. അതർവൈസ് ഐ വിൽ ബി സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്.
And if you don't understand, go to your home and pray, Lord, give me understanding. വീട്ടിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കണം, ദൈവം എനിക്ക് മനസ്സിലാക്കി തരണേ. The disputes are going to, I will also give word to everyone. എല്ലാവർക്കും ഓരോ ദൂതും കൂടെ ഓരോ വചനത്തിൽ മാത്രം, അത് കൂടുതൽ പറയുന്നില്ല. 1 Corinthians 3:4. That is for you. 1 Corinthians. You can read in Malayalam now. So are you thinking like that, speaking like that at home? I belong to that, I belong. അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടോ? അവിടെ വായിച്ചതുപോലെ പൗലോസിന്റെ പക്ഷക്കാർ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാർ, അങ്ങനെ വല്ല സംസാരം ഉണ്ടാ? ഇല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വേർഡ്. വീട്ടിൽ പോയി ചിന്തിച്ചോളൂ കേട്ടോ, എന്താണ്. എനിക്ക് ശരിക്കും അറിയത്തില്ല എന്താണ് വേർഡ് എന്ന്. I will tell later. Because that word is saying, somebody is saying you belong to that leader, and others are saying they belong to other leader. പറഞ്ഞ മനസ്സിലായോ? ഒരു കൂട്ടർ പറയുന്നു ഞങ്ങൾ ആ നേതാവിൻ്റെ കീഴിലാണ്, അടുത്ത കൂട്ടർ പറയുന്നു ഞങ്ങൾ അവിടെ പത്രോസിൻ്റെ കൂടെയുള്ളവരാണ്, പൗലോസിൻ്റെ കൂടെയുള്ളവരാണ്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ. അപ്പോൾ അത് വീട്ടിൽ you go and read that chapter, so you will understand. Ephesians 3:7 നിങ്ങൾക്കുള്ള വിടുതൽ. എഫേസ്യർക്ക് ലേഖനം 3:7. നിങ്ങളൊരു ദൈവവേലക്കാരിയാവും. അങ്ങനെ വല്ല ഐഡിയ ഉണ്ടോ? അതാണ് പറയണത്. യു വിൽ ബിക്കം എ സെർവൻറ്റ്, എ വുമൺ ഓഫ് ഗോഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? ദൈവവേലയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. അവർ ചിന്തിച്ചു, എനിക്കൊരു ദൈവവേലക്കാരി ആകണമെന്ന് ചിന്തിച്ചു. ഇല്ലേ? ഉണ്ട്. എന്താണ് എഫേഷ്യൻസ്? ഒന്നും കൂടെ വായിരി. നിങ്ങൾ ശുശ്രൂഷക്കാരിയാകും എന്നാണ് പറയുന്നത്. 1 Peter 4:8. 1 പത്രോസ് 4:8. 1 Peter 4:8. അപ്പൊ ഈ ശുശ്രൂഷക്കാരി ആകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്താണ് 1 Peter 4:8? എന്താണ് ഒന്നും കൂടെ വായിച്ചേ? Is there quarrel going on in the family? വീട്ടിൽ വഴക്ക് നടക്കുകയാണോ? പിന്നെന്താ അങ്ങനെ ഒരു വചനം കിട്ടിയത്? തമ്മിൽ സ്നേഹിക്കാനാണ് പറയുന്നത്. അയൽക്കാർക്കറിയാം. ഇങ്ങനെ ഒരു വചനം എന്താ കിട്ടിയത്? തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. ഇസ് ദർ ഫൈറ്റ് ഗോയിങ് ഓൺ ഇൻ ദ ഫാമിലി ഓർ സ്ട്രൈഫ്? വീട്ടിൽ വഴക്കമല്ലോ ഉണ്ടെങ്കിൽ സ്നേഹത്തിൽ കഴിയാനാണ് പറയുന്നത്. ദൂത് ശരിയാണോ? നാളെ വരാതിരിക്കല്ലേ? ജഡ്ജസ് 2:5 ഇവിടെ ദൂത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ദൈവം അപ്പോൾ പറയുന്നതിന് തന്നെ ഇവിടെ ഈ ബ്രദറിന് ജഡ്ജസ് 2:5 വായിച്ച. So maybe you are going through some sadness and you have built an altar. That is what it is saying. Going through some tribulations, but that is an altar. അവർ കരയുന്നതെന്ന് സ്ഥലമിട്ടു അവിടെ യഹോവയ്ക്ക്. Maybe you are going through some tribulations and trials, but that is an altar. That is an altar for the next level. Your problems are an altar for the next level. That is what the word is saying. 2:5. ആ കരയുന്ന സ്ഥലത്തിന് എന്താണ് ഇട്ടത്? എന്ന്
എന്ന് അല്ല, അതിന് എന്തൊരു ആൾട്ടർ പെടുക. ആ, അവിടെ യാഗം കഴിച്ചു. So you may be going through trials and tribulations, but that is an altar to sacrifice